അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കളുടെ രേഖകൾ
ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ എൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നുണ്ടല്ലോ, അതായത് ചില കാര്യങ്ങൾ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല. ചില പരീക്ഷ എഴുതാൻ നമുക്ക് പറ്റത്തില്ല. ചില ഇൻ്റർവ്യൂവിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി വിജിഷ്യ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളെന്ന് പറഞ്ഞു SOP, അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയാൻ പാടില്ല. അതായത് പ്രോജക്റ്റിൻ്റെ സോഴ്സ്, ദ സോഴ്സ് ഓഫ് ദി പ്രോജക്റ്റ്. അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ. PhD ഇൻ്റർവ്യൂ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സോഴ്സ് എന്താണ്, ആ സ്കോപ്പ്, അതിൻ്റെ സ്കോപ്പ്, ഇങ്ങനെ കുറേ കാര്യം ചോദിക്കും. അപ്പോൾ ഇവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നോട് ആ ചോദ്യം ചോദിക്കരുത്, സത്യമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ തോറ്റു പോകും, ഞാൻ ഉടമ്പടി കാശൂരി പിടിച്ച് നിന്നെയും കൊണ്ടാണ് ഞാൻ പോണത്, ഞാൻ തോറ്റു മുടങ്ങരുത്, എന്നോട് ചോദിക്കരുത്. അപ്പോൾ അവൾ ദൈവമായിട്ട് അത്തരം ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് ഈശോയോട് അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കുഞ്ഞിനോട് മാത്രം ആ SOP ചോദിച്ചില്ല, പക്ഷെ ബാക്കി 14 പേരോട് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ നമ്മൾക്ക് എടുത്ത പൊങ്ങാത്ത കാര്യം ദൈവം ഏറ്റെടുത്ത് നടത്തും. അതുകൊണ്ട് ഈശോ അതിനു വേണ്ടി, ഈശോക്ക് അതങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈശോയാണ് ആ അവസ്ഥ, ആത്മീയ അവസ്ഥ കണ്ടുപിടിച്ചത്. എന്താ പറഞ്ഞത്? ഈശോ വളരെ സൂക്ഷ്മത കൊണ്ട് കണ്ടുപിടിച്ച ഒരു ദൈവികമായ രഹസ്യമാണത്. എന്താണ്? യോഹന്നാൻ 14:10 വായിച്ച്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഈശോ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. മനുഷ്യാവതാരത്തിന് പരിമിതികളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. ആ പരിമിതികളിൽ നിന്ന്, ആ പരിമിതി അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈശോ ചെയ്യണതില്ല. അപ്പോൾ ഈശോ പറയുകയാണ് അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യണമെന്ന്. ഈ ഒരു ആധ്യാത്മിക സാധ്യത ഉണ്ടാക്കിയ വിപ്ലവം ഉണ്ടല്ല, ചെറിയ വിപ്ലവമൊന്നുമല്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് നടക്കാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ തള്ളിക്കളയാനോ നടക്കത്തില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടാനോ അല്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ തന്നെയാണ് ഈശോ നേരത്തെ ഒരു വചനം പറഞ്ഞിട്ട് നമ്മളോട് 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, അപ്പം വസിക്കും. അപ്പം ഈശോയുടെ വചനങ്ങൾ ഉടമ്പടി പാലിച്ചാൽ നമ്മൾ, കർത്താവ് നമ്മളിൽ വസിക്കുമെന്നാണ് പറയണത്. കർത്താവ് നമ്മൾ വസിച്ചാൽ എന്താ ഗുണം? അത് 14:10 ഇഫക്റ്റ് ഉണ്ടാകും. എന്താണ്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ ഈശോ ഉടമ്പടി പ്രകാരം നമ്മൾ വസിച്ചാൽ, നമ്മൾ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ ചെറിയ പ്രവൃത്തിയൊന്നും ആയിരിക്കത്തില്ല, അത് വലിയ പ്രവൃത്തികളായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ചില പട്ടി വരുമ്പോഴേ ചില സമയത്തൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്, ജീവനം കൊണ്ട് ഓടുമ്പോൾ നമ്മൾ തോടൊക്കെ ഒറ്റ ചാടത്തില്ലേ, മതിൽ വരെ ചാടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിറ്റേ ദിവസം പട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ ചുമ്മാ ഒന്ന് ഓടി വന്നാൽ ചാടാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെ എന്തൂസിയാസം എന്നും സംഭവമുണ്ട്. അഭിഷേകത്തിൻ്റെ അനുഭവ തലങ്ങളാണ്. തെയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അകത്ത്, തെയോസ് എന്ന് വെച്ചാൽ ദൈവം, എന്ന് അകത്ത്. നമ്മൾ ഈ വസിപ്പിലൂടെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അനുസരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അന്തർവസിപ്പുണ്ടാവും. ഈ വസിപ്പിലൂടെ ഈശോ പറഞ്ഞില്ലേ, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട്
ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതായത് അന്തർവസിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണത്. വലിയ കാര്യങ്ങൾ. ഈ മരിയൻ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാൻ ഹെവി ഡ്യൂട്ടി വിഷയങ്ങൾ വെച്ചാൽ നിങ്ങൾ ഉടമ്പടി അതനുസരിച്ച് കൊണ്ട് ബലപ്പെടുത്തിയാൽ മതി. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നിർവഹിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻസി. ഞാൻ വരുന്നത് കരുവാറ്റയിൽ നിന്നാണ്. ഞാനൊരു മർത്തോമ ഇടവകമാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞതും എൻ്റെ കസിൻ വഴിയാണ്. അങ്ങനെ 2024 ഏപ്രിൽ 10 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ള ജീവിതം 2019 ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം 2 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങി. 2023 എൻ്റെ പഠനം പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ആദ്യ 4 മൊഡ്യൂളും എഴുതിയെങ്കിലും പക്ഷേ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഞാൻ 2 മൊഡ്യൂൾ വെച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് 4 മൊഡ്യൂളും പാസ്സാകാൻ കഴിഞ്ഞു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുർബാന കൊള്ളുകയും ചെയ്യുമെങ്കിലും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ഫുൾ മൊഡ്യൂളുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഇനി പെട്ടെന്ന് തന്നെ എനിക്ക് ജർമ്മനിയിലേക്ക് പോകാം എന്നൊരു മൈൻഡ് സെറ്റപ്പൊക്കെ ആയി. അതിനുശേഷം ഞാൻ ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂവും കോൺട്രാക്റ്റും ഒക്കെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു. അതിനുശേഷം എനിക്ക് ബഷീർഡ് വരാനായിട്ട് ലേറ്റായി. അന്നു മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും എനിക്കുണ്ടായത്. ഞാൻ കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ വഴി എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടിയിലുള്ള എല്ലാ നിബന്ധനകളും എനിക്ക് പാലിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, പക്ഷേ ഈ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് ചെയ്യാനായിട്ട് കഴിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കാര്യം നടക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. 1.5 മാസം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ എല്ലാ മാസവും ഞാൻ ജർമ്മൻ ഗവൺമെൻറ്റിൽ ഞാൻ മെയിൽ അയക്കുമായിരുന്നു എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് എന്തായെന്ന് അറിയാനായിട്ട്. പക്ഷെ പലപ്പോഴും നെഗറ്റീവ് മാത്രമേ വരാറുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ അയച്ചപ്പോൾ അവരെനിക്ക് റിപ്ലൈ തന്നു, ഇനി അൺനെസസറി ആയിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമെന്ന് പറഞ്ഞു, ഫീസും ഈടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വളരെയധികം വിഷമമായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് മുതലേ എല്ലാവരും ചോദ്യം വന്നു, എപ്പോഴാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. അതുമാത്രമല്ല, ഇത്രയും ഡിലേ വന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറ്റപ്പെടുത്തലും എനിക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഒരിക്കൽ എൻ്റെ ഉടമ്പടി ഞാൻ ഉഴപ്പിയായിരുന്നു. ഇനി ഉടമ്പടി എടുത്തിട്ട് പോലും ഇങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി സാക്ഷ്യം കാണാനായിട്ട് ഒരുങ്ങി. ഒരിക്കൽ ഞാൻ ഒരു ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അത് സ്പർശിച്ചു. ഞാൻ കൂടുതലും അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായി, എനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിനൊരു ധൈര്യമൊക്കെ വന്നു. ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മമാതാവ് ഈശോ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരുന്നത് എനിക്ക് മനസ്സിലായി. കൂടുതൽ അടുക്കുവാനായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കുകയും ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പരിശുദ്ധ അമ്മമാതാവ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിഷമിക്കുമ്പോഴും മാനസികമായിട്ട് തളരുമ്പോഴും ഞാൻ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ ഇവിടുത്തെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം എൻ്റെ പരിശുദ്ധ അമ്മമാതാവ് ഈശോയും വലിയ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നത്. പരിശുദ്ധ അമ്മമാതാവ് വഴി എനിക്ക് പുതിയൊരു ഏജൻസിയിൽ എൻ്റെ പ്രോസസ്സിങ് കൊടുക്കാനായിട്ട് സാധിച്ചു. എനിക്ക് ഈ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം 8 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ എടുക്കും. അപ്പോൾ അതുവരെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് ഒരു ജോലി വേണമായിരുന്നു. എനിക്ക് എഡ്യൂക്കേഷൻ ലോണുണ്ട്, സാമ്പത്തികമായി എൻ്റെ കുടുംബം പിന്നോക്കമാണ്. അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു. പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്കൊരു ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും
അതിൻ്റെ സൈഡായിട്ട് തന്നെ എൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജോലിയിൽ പ്രവേശിച്ച ശേഷം എനിക്ക് ഉടമ്പടിയിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പ്രാർത്ഥിക്കും. അതുകൂടാതെ തന്നെ ഏറ്റവും ചെയ്തുകൊണ്ടിരുന്നത് മുടങ്ങാതെ തന്നെ ഞാൻ 90 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കുമായിരുന്നു. അങ്ങനെ ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ പേപ്പറുകൾ എല്ലാം വന്നുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ എനിക്ക് ഒക്ടോബർ 27 VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിന് മുന്നേ എനിക്ക് വീണ്ടും അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. എൻ്റെ ഒപ്പം തന്നെ 2 കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് വെച്ചത്. ആ സമയം അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ അന്നേരം ഒരു VFS അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടി എന്ന ചെറിയൊരു അഹങ്കാരമൊക്കെ എനിക്ക് വന്നു. ഇനിയെല്ലാം പെട്ടെന്ന് ഇനി വിസ അടിക്കുക പോകുക എന്നൊരു മൈൻഡൊക്കെ ആയി. അങ്ങനെ ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ വിസ ഡിസ്പാച്ച് ആകുന്നില്ല. എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിസ ഡിസ്പാച്ചായി, വിസ സ്റ്റാമ്പ് ചെയ്തു. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു അനക്കവും ഇല്ലായിരുന്നു. വീണ്ടും ഞാൻ വിഷമിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്താണ് മാതാവേ എൻ്റെ മാത്രം വരാത്തത്? അങ്ങനെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ഉടമ്പടി പത്രം. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയില്ലായിരുന്നു. അങ്ങനെ ഡിസംബർ 8 കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു. പക്ഷേ എൻ്റെ വിസ റിജക്റ്റ് ആയിരുന്നു. കാരണം ഓൾറെഡി 2 വർഷം കഴിഞ്ഞു, എൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് റിജക്ഷൻ വന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഉടമ്പടി പുതുക്കിയില്ല. ഞാൻ ഒരു ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ടും ഞാൻ ആ സമയത്ത് VFSൽ പോകുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എനിക്ക് ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിസ റിജക്റ്റ് ആയത്. എനിക്കറിയാം. ഞാനിത് വീട്ടിൽ പറഞ്ഞു. പക്ഷെ വീട്ടിൽ ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം കടയിടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത്. പൈസ കൊടുത്തു എല്ലാം. അപ്പോൾ ഇനി മുടക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ ഒരുപാട് കുറ്റം പറഞ്ഞു. ഇനി അവരായിട്ട് ഇനി ഒന്നും റീസബ്മിഷന് വേണ്ടിയിട്ട് ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ജോലിയില്ല. അന്നേരം എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് എന്ത് വന്നാലും ജനുവരി 1 വീക്കിൽ തന്നെ 2026 ജനുവരി 1 വീക്കിൽ തന്നെ എനിക്ക് വിസ റീസബ്മിഷൻ ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഫെബ്രുവരി 11 എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സ്പയറി ആവുകയാണ്. അതിന് മുന്നായിട്ട് എൻ്റെ വിസ ഡിസ്പാച്ച് ചെയ്ത് എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യണം. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് 1 വീക്കിൽ ഡേറ്റ് തരാൻ പ്രാർത്ഥിച്ചുവെങ്കിലും മാതാവ് എനിക്ക് 19 തന്നത്. ഞാൻ മാതാവിന് ഒരുപാട് കുറ്റം പറഞ്ഞു. കാരണം 19 തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? കാരണം വിസ വരാനായിട്ട് ഞാൻ 1 മാസം എടുക്കും. ഈ 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് റിജക്ഷനേ വരത്തുള്ളൂ. കാരണം എൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയറി ആവുകയാണ്. എന്നാലും ഞാൻ മാതാവിനെ മുറുക്കി പിടിച്ച് കൊന്ത ചൊല്ലി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 19 VFS അപ്പോയിൻമെൻറ്റ് എനിക്ക് ലഭിച്ചു. അന്നേ ദിവസം എനിക്ക് പോകുവാനായിട്ട് പൈസയില്ല. VFSൽ ഒരു 12,000 രൂപ എറൗണ്ട് അടയ്ക്കണമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് എനിക്കിത് ലഭിക്കില്ല. ഞാൻ പലരോടും ചോദിച്ചു, ആരും എനിക്ക് തന്നില്ല. കൂട്ടുകാരോട് ചോദിച്ചു, എല്ലാവരും നോക്കട്ടെ പറയാം എന്നൊക്കെ പറഞ്ഞുള്ളൂ. തരാമെന്ന് പറഞ്ഞ വ്യക്തി പോലും ആ സമയത്ത് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. വണ്ടിക്കൂലിക്കുള്ള കാശ് മാത്രം എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് ദൈവത്തെയും പരിശുദ്ധ അമ്മമാതാവിനെയും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ VFSന് പോകാൻ വേണ്ടി ഒരുങ്ങി. എൻ്റെ അക്കൗണ്ടിൽ വെറും 0 ബാലൻസ് മാത്രമേ ഉള്ളൂ. VFSന് അടയ്ക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് 7ാമത്തെ പേജിൽ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഇതിൽ തന്നെ എനിക്ക് അമ്മമാതാവ് വിസ അടിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ 19 വെളുപ്പിനെ 4:30 എറണാകുളത്തേക്ക് ബസ് കയറി. ഈ വഴിയാണ് പാസ് ചെയ്തത്. അപ്പം കൃപാസന മാതാവിൻ്റെ പള്ളി അവിടെ ആയപ്പോഴും ഞാൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? VFSൽ എനിക്ക് പൈസ അടയ്ക്കണം. എല്ലാവരോടും ചോദിച്ചിട്ട് ആരും തന്നില്ല. എനിക്ക് എന്തായാലും VFSൽ പോയി കടം പറയാൻ എനിക്ക് പറ്റില്ല. അപ്പം മാതാവ് എനിക്കിത് പൈസ തന്നേ പറ്റുള്ളൂ. ആ സമയം 5:30 ആയപ്പോൾ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് രാവിലെ 7 മണിയാവുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് 12,000 രൂപ അമ്മ മാതാവ് എനിക്ക് തരണം. വേറെ വഴിയില്ല. ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? എനിക്കറിയില്ല. അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ 7 മണിയായപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ അക്കൗണ്ടിലേക്ക് 12,000 രൂപ എനിക്ക് തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു.
അതിനുശേഷം ഞാൻ VFSലേക്ക് കയറി. ആ സമയത്ത് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിൽ സമർപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ഒരു മുടക്കം കൂടാതെ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഞാൻ അന്നേരവും പ്രാർത്ഥിക്കും, മാതാവേ 11-ാം തീയതിക്ക് മുമ്പ്, ഫെബ്രുവരി 11-ന് മുമ്പ് തന്നെ എൻ്റെ വിസ എനിക്ക് തരണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, എനിക്ക് റിജക്ഷൻ വരും എന്നൊക്കെ ഞാൻ മാതാവിനോട് പറയും. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും 7 ദിവസം, ഒരു ദിവസം 7 പ്രാവശ്യം ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ അമ്മയോട് പറയും, അമ്മയെ കാണുന്നതിന് മുമ്പേ ഈശോ എനിക്ക് എൻ്റെ ജർമ്മൻ സർട്ടിഫിക്കറ്റ് തന്നു. പക്ഷേ ജർമ്മനി പോകാനുള്ള വിസയും ടിക്കറ്റും എൻ്റെ പരിശുദ്ധ അമ്മ മാതാ വഴി എനിക്ക് ലഭിക്കണം. അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. വെറും ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വിസ എനിക്ക് മെയിൽ വന്നു. എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് എനിക്ക് കിട്ടി. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്, വീട്ടുകാരുൾപ്പെടെ. ഒത്തിരി മാനസികമായിട്ട് ഞാൻ തളർന്നിട്ടുമുണ്ട്. ഒത്തിരി നന്ദി പറയാണ് ഈശോയ്ക്കും മാതാവിനോടും. അതിനുശേഷം എനിക്ക് ടിക്കറ്റ് ലഭിക്കാനായിട്ട് ഞാൻ ഫെബ്രുവരി 23-ന് തന്നെ എനിക്ക് 25-ാം തീയതി എനിക്ക് ടിക്കറ്റ് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് എനിക്ക് 23-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ഈശോയും എനിക്ക് ടിക്കറ്റ്, ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ദേഹസംബന്ധമായ അസുഖങ്ങൾ വരുമ്പം ഒക്കെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, തൈലം ഉപയോഗിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സൗഖ്യപ്പെടും. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് മാതാവ് ഈശോയും വഴി ലഭിച്ച അനുഗ്രഹം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ചൊവ്വാഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം, ഈശോയുടെയും മാതാവിൻ്റെയൊക്കെ ഓരോ വീഡിയോസ്, വചനങ്ങൾ, ഇതൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുമായിരുന്നു. സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും. അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഉടമ്പടി വഴി എനിക്ക് ആത്മീയ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹം, എനിക്ക് വചനങ്ങൾ, എനിക്ക് നേരത്തെ വലിയ വചനങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ബൈബിൾ ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങിയതും വചനങ്ങൾ എനിക്ക് പറയാനും ഒക്കെ സാധിച്ചത്. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പം ഏകദേശം കുറച്ചൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനൊക്കെ എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ത് തകർച്ച വന്നാലും എൻ്റെ ഈശോ എന്നെ കൈപിടിച്ചുയർത്തും. വേദനയിൽ ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണീര് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് തുടയ്ക്കുന്ന എനിക്ക് ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ട്. ഇതാണ് എനിക്ക് എൻ്റെ പരിശുദ്ധ മാതാവും ഈശോയും വഴി ലഭിച്ച അനുഗ്രഹം. നന്ദി. കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ കോട്ടപ്പുറം രൂപത ക്രിസ്തുരാജ ദേവാലയ അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 5-ാം തീയതിയാണ്. ഇവിടെ വരാനുണ്ടായ കാരണം, എൻ്റെ മകളും മരുമകനും വിദേശത്തായിരുന്നു. അവരുടെ കുട്ടികളെ എൻ്റെ അടുത്താക്കിയിട്ടാണ് അവർ പോയിരുന്നത്. 2021 മാർച്ച് 24-ാം തീയതി എൻ്റെ മോള് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ് കടിയേറ്റ് മരിച്ചു. അതറിഞ്ഞിട്ടാണ് എൻ്റെ മോള് ഇറ്റലിയിൽ നിന്ന് വരണത്. ഞങ്ങളാകെ മരണത്തിൻ്റെ വക്കീലേക്ക് 1 വർഷക്കാലം ഡിപ്രഷൻ മോഡലിൽ ഇങ്ങനെ നടന്നു. അതിനുശേഷം യൂട്യൂബിൽ കൂടി കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ അവളും കെട്ടിച്ചാൻ അവളും ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവളും ഉടമ്പടി എടുത്ത് 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനുള്ള, അവൾക്ക് മൂത്ത കൊച്ചിന് പോകാനുള്ള വിസ ശരിയായി. അവളും മൂത്ത കൊച്ചും അവൻ്റെ അടുത്തേക്ക് പോയി. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് അവനുള്ള കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് ലയ, ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്. എൻ്റെ ഇടവക തൃശ്ശൂർ ജില്ലയിലെ കുണ്ടൂർ ആലമറ്റ മേരി ഇമാക്കുലേറ്റ് ചർച്ചാണ്. എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ മകളാണ് 2021 മാർച്ച് 24-ാം തീയതി പാമ്പ് കടിയേറ്റ് മരിച്ച്. അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്. അതിനുശേഷം ഒരു കുട്ടിക്ക് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ വിസ, എൻ്റെയും എൻ്റെ മൂത്ത മകൻ്റെയും വിസ ശരിയായി. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു HSCയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു, PSC. അപ്പോൾ PSC എക്സാം എഴുതുമ്പോൾ അച്ഛനെ കാണാനൊരു അവസരം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നു. PSCയുടെ എക്സാമിൻ്റെ പേപ്പർ കാണിച്ചു.
അച്ഛനോട് PSC കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ജീവിതത്തിലെ കാര്യവും അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് PSC വേണോ അതോ കുട്ടിയെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെയാണ് വേണ്ടത്, PSC അല്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, 9 മാസം എല്ലാം ശരിയാകും, നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. 2024 ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ വിദേശത്തായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ റെഗുലറായിട്ട് ചെക്കപ്പിന് പോയി. 5-ാം മാസ ചെക്കപ്പ് കഴിഞ്ഞു, എല്ലാം നോർമലാണ്, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് 6-ാം മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ നോർമലായിട്ടുള്ള ചെക്കപ്പിനാണ് ചെന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട് സ്കാനിങ്ങിൽ, അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാം, അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ എടുത്തിട്ട് വരണം, എന്നാലും അടുത്തത് എന്ത് ചെയ്യണമെന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് എടുത്തു. അതിനൊപ്പം തന്നെ ഇവിടെ ഞാൻ അവിടെ ആയതുകൊണ്ട് അമ്മച്ചനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി അമ്മച്ചാണ് ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്, അതുകൊണ്ട് അമ്മച്ചി എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോയി കാര്യം പറയാൻ പറഞ്ഞു. അമ്മച്ചി അവിടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് അയച്ചു കൊടുത്തു, മുമ്പത്തെ എല്ലാനും. അതിവിടെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അച്ഛനെയാണ് കണ്ടത്, ഒരു സിസ്റ്ററേയും കണ്ടു. പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടാവില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, സ്കാനിങ്ങിലെല്ലാം നോർമലായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ആദ്യം ചെയ്ത ഡോക്ടർക്ക് എന്തോ തെറ്റ് പറ്റിയതാണ്, സ്കാനിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് 34 ആഴ്ചയായപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലീക്കാവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 35 ആഴ്ചയാകാതെ സിസേറിയനോ നോർമലോ ഒന്നും അവർ ചെയ്യില്ല, 35 ആഴ്ച ആവണ വരെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും, അതിനിവിടെ അഡ്മിറ്റ് ചെയ്യാം, അതല്ലാതെ നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല, കൊച്ചിനാകെ 2 കിലോ താഴെ വെയിറ്റ് ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെയാണെങ്കിൽ എന്നെ മാത്രമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ, ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തില്ല. മൂത്ത കുട്ടിയുള്ളത് കൊണ്ടും ഹസ്ബൻഡിന് ഏതു നേരം വരാനും പറ്റില്ല, കാരണം അവനെ ഹോസ്പിറ്റലിൽ കയറ്റില്ല. ആ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. നമ്മളുടെ ഇവിടുത്തെ പോലെ ഫ്ലൂയിഡ് ലീക്കാവുമ്പോൾ കട്ടിൽ പൊക്കിയിടുക അതൊന്നുമില്ല. നോർമൽ രീതിയിൽ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ പോകണം, കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് എടുക്കാൻ ഞാൻ തന്നെ നടന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകണം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഫ്ലൂയിഡ് ലീക്കായി എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടാതായി തുടങ്ങി. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞു, എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, ഇയാളുടെ ടെൻഷനാണ്, പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും എല്ലാ ദിവസവും ഞാൻ വരുന്ന നഴ്സുമാരോടും ഡോക്ടർമാരോടും പറയും, അനക്കം കിട്ടുന്നില്ല. ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയും, നീ ഡോക്ടറോട് വെച്ചുകൊണ്ടിരിക്കില്ലേ, അനക്കം കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ നേഴ്സാണ്, ആളും പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് നമുക്ക് കുട്ടീനെ എടുക്കാം, റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സ് പറയും, 35 ആഴ്ച ആവാതെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ മോണിറ്റർ ചെയ്യും, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ എന്ന് നോക്കും, അത് മാത്രമേ ചെയ്യത്തുള്ളൂ, ഇയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊരു ഫോട്ടോ എടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു, എനിക്ക് അയച്ചതായോ, ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു അമ്മച്ചി. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്ത് അമ്മച്ചിക്ക് അയച്ചു കൊടുത്തു. അമ്മച്ചി അന്ന് ഇവിടെ വന്നു, രാവിലെ ഓഗസ്റ്റ് 3-ാം തീയതി ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, കാണിച്ചു കൊടുത്തു, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഒക്കെ ഓക്കെ ആവും, ഇന്നെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഫ്ലൂയിഡ് ലീക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത ഗൈനക്കോളജിസ്റ്റ് അന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരു പ്രാവശ്യം സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഫ്ലൂയിഡ് കംപ്ലീറ്റ് പോയി, അതുകൊണ്ടാണ് തനിക്കിപ്പോൾ കുട്ടിയുടെ മൂവ്മെൻ്റ് ഒന്നും കിട്ടാത്തത്, അല്ലാതെ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, താൻ വന്നപ്പോൾ കുട്ടിയുടെ ഹെഡ് താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ച് തിരിഞ്ഞു, കാല് താഴെയാണ്, മുൻപത്തെ 2 ഡെലിവറി രണ്ടും നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടിയും ഇത് 99% സിസേറിയനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊച്ചിനെ തിരിച്ചിട്ടിട്ട് എടുക്കാൻ പറ്റുന്നതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് സിസേറിയൻ എന്നല്ലാതെ വേറൊരു മാർഗ്ഗം അതിനകത്തില്ല, നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നമുക്ക് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം, താൻ പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു നേഴ്സിനെ വിട്ടിട്ട് പറഞ്ഞു, ആ കുട്ടീനോട് നേഴ്സ് ഭക്ഷണം കഴിക്കില്ലെന്ന് പറയാൻ നമുക്ക് എമർജൻസി ആയിട്ടൊരു C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല നേഴ്സ്, ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്ന് അതിനൊരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്കെന്നാൽ വെളുപ്പിന് ചെയ്യാം, ഇപ്പോൾ ഉള്ള ഗൈനക്കോളജിസ്റ്റ് പോയിട്ട് വെളുപ്പിനത്തെ ഗൈനക്കോളജിസ്റ്റ് വരുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്കത് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ,
എന്ന് പറഞ്ഞ എന്നെ റൂമിലാക്കി. അവർ വന്ന് എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ചെറിയ ഒരു 11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് പെയിൻ വരുന്നുണ്ട്. അന്നു പറഞ്ഞു നമുക്ക് നടന്നു പോയിട്ട് എങ്ങനെയാണ് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞില്ല, ഓപ്പണിംഗ് ആയിട്ടില്ല, തനിക്ക് സിസേറിയനേ ആവുള്ളൂ, നോർമൽ ആവില്ല, കൊച്ച് തിരിഞ്ഞാൽ കിടക്കുന്നത്, താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. തിരിച്ചെന്നെ റൂമിലാക്കി. ഞാൻ അവിടെ ഇരുന്ന് ഓരോ വേദന കൂടുമ്പോൾ ഞാൻ നഴ്സുമാരെ വിളിക്കും. അവർ നോക്കിയിട്ട് പറയും, മോണിറ്റർ ചെയ്തിട്ട് പറയും കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റാണ്, പെയിൻ ആയിട്ടില്ല, ഇയാൾക്ക് തോന്നുന്നതാണ്, ഇവിടെ കിടന്നോ വെളുപ്പിന് ചെയ്യാമെന്ന് പറയും. 11:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ വന്നപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ പ്രാവശ്യം പല്ലടിച്ചപ്പോൾ ഒരു നഴ്സ് വന്നിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് നടന്നു പോയി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് അവിടെ ചെന്ന് ഞാൻ അവർ ചെക്ക് ചെയ്തപ്പോൾ ഓപ്പണിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് പെയിൻ കൂടുകയും ഇവൻ്റെ കാല് പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ സ്ട്രെച്ചറിലിട്ട് കൊച്ചിനെയും കൊണ്ട് ലിഫ്റ്റ് കയറി അവിടെ ചെന്ന് 11:35 ആയപ്പോഴാണ് ഞാൻ നടന്ന് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാൻ പോയത്. 11:45 ആയപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഹോസ്പിറ്റലിൽ ഇൻക്യുബേറ്ററിൽ ഇടണമെന്ന് പറഞ്ഞു. 2 കിലോ ഉള്ളൂ, 35 ആഴ്ച ആവുന്നുള്ളൂ, ഇൻക്യുബേറ്ററിൽ ഇടണം, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടു. അമ്മയ്ക്ക് ഇവിടെ ഡെലിവറി കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആണെങ്കിൽ 1 ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാം, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി വന്ന് കൊച്ചിന് പാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ താമസിക്കുന്ന വീടും ഹോസ്പിറ്റലും തമ്മിൽ 1 മണിക്കൂർ യാത്രയുണ്ട്. എല്ലാ ദിവസവും പോയി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് അവർ ഹോസ്പിറ്റലുകാർ തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊരു റൂം റെഡിയാക്കി തന്നു. ഞാനും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവിടെ നിന്നു. കൊച്ചിന് പാല് കൊടുത്തു. അധിക ദിവസങ്ങൾ കിടക്കാതെ തന്നെ മാതാവ് എല്ലാം പെട്ടെന്ന് അവൻ്റെ വെയിറ്റ് കൂടി, പാല് വലിച്ചു കുടിക്കാൻ തുടങ്ങി, എല്ലാം നോർമലായി. പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൽ ഓഗസ്റ്റ് 15 മുൻപ് തിരിച്ച് വീട്ടിലെത്താനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് സിസേറിയനാണ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്, രാവിലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഈ സമയമായില്ലേ, വലിയ കോംപ്ലിക്കേഷനും വരാൻ വഴിയില്ല, മോള് പോയി ഇനി ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് ഒരു ആപ്പിളേ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല, അധികമൊന്നും കഴിച്ചില്ല. പക്ഷെ അത് കഴിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ ഇനി 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അന്നേരത്ത് മാതാവായിട്ടായിരിക്കാം എന്നെക്കൊണ്ട് ആപ്പിൾ കഴിക്കാൻ തോന്നിയത്. ആ ആപ്പിൾ ഞാൻ കഴിച്ചില്ലായിരുന്നെങ്കിൽ അവർ എമർജൻസി ആയിട്ട് സെക്ഷൻ ചെയ്യാനാണ് നിന്നിരുന്നത്. അതില്ലാതിരിക്കാൻ ആ ഒരു ആപ്പിൾ കഴിച്ചതുകൊണ്ട് മാത്രം അമ്മ മാതാവ് അതെനിക്കൊരു എത്രയും പെട്ടെന്ന് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടേഴ്സ് 99% സിസേറിയൻ പറഞ്ഞിരുന്ന ഒരു കാര്യം നോർമൽ ഡെലിവറിയിലൂടെ എനിക്കെൻ്റെ മകനെ തന്നു. ഒരുപാട് നന്ദി അമ്മ മാതാവിന്. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിയോളിൽ പോയി ഭക്ഷണത്തിന് പൈസ കൊടുക്കും. എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് കൊടുക്കും. പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് മരുന്നിന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. ആത്മീയമായിട്ട് ഈ ഒരു കാരണത്താൽ ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിലേക്ക് അടുത്തു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ മൂത്ത മോന് നല്ലൊരു ജോലി മാറിക്കിട്ടാൻ വേണ്ടി കൊടുത്തു, അത് കിട്ടി, മാതാവ് തന്നു. ഇളയ മോന് ജോലി കിട്ടി, മരുമകൾക്ക് ജോലി, എല്ലാ കാര്യങ്ങളും ചോദിച്ചതിലപ്പുറം ഒരു പൂ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു കുഞ്ഞിനെയാണ് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് തന്നപ്പോൾ കുഞ്ഞിനെയും തന്നു, എല്ലാം ഒന്നിച്ച് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആത്മീയ ജീവിതം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, ദൈവത്തോട് കൂടുതൽ അടുക്കാനും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും, യൂട്യൂബിലെ ധ്യാനങ്ങൾ കേൾക്കും, ധ്യാനങ്ങൾ കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. അതാണിപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും വീട്ടിൽ ചെയ്തും കൊണ്ടിരിക്കുന്നത്. മൊബൈൽ വെച്ച് കുത്തിരുന്ന് കാണലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവകുമാരനും പരിശുദ്ധമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപൂർണ്ണമാക്കാൻ മാതാവ് എന്നെയും ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞു. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് ഒരുപാട് നന്ദിയും സ്തുതിയും. എൻ്റെ പേര് അമൽ, ഇതെൻ്റെ അമ്മ മെർലിൻ.
ഞാൻ വരുന്നത് കണ്ടക്കടവ്, ഞങ്ങളുടെ ഇടവക സെൻറ്റ് ഫ്രാൻസിസ് സേവർ ഫെറോന ചർച്ച് കണ്ടക്കടവ്. എൻ്റെ ജോലി സംബന്ധമായ തടസ്സമായിരുന്നു, അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. 2023 കപ്പലിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ പഠിച്ച് കഴിഞ്ഞ്, എന്നിട്ട് എനിക്ക് 2024 ഞാൻ പോകാനായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് അമ്മയുടെ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ആ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. അത് വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി ട്രൈ ചെയ്ത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എക്സാമും ആദ്യത്തെ ഇതിൽ തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് വിസ എടുക്കണം, US വിസ എടുക്കണം, കപ്പലിൽ പോകണമെങ്കിൽ US വിസ ഇപ്പോൾ എല്ലാത്തും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ US വിസക്ക് അപ്ലൈ ചെയ്ത് മെഡിക്കൽ കഴിഞ്ഞ്, US വിസക്ക് അപ്ലൈ ചെയ്ത് മെഡിക്കൽ കഴിഞ്ഞിട്ട് വിസ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേക്കും റിജക്ഷൻ വന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. അവർ ചോദിച്ചതിന് ഞാൻ ആൻസർ പറഞ്ഞ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ വളരെ നിരാശപ്പെട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ക്രൂ മാനേജർ പറഞ്ഞ് ഒന്നും കൂടി ട്രൈ ചെയ്യ്, അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ്. ഞാൻ അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ട്രൈ ചെയ്ത് പിന്നെയും പോയി. അവർ ചോദിക്കുന്നതിന് ആൻസർ പറയാണ്ട് എനിക്കറിയില്ല എന്താണ് പ്രശ്നമെന്ന്. പിന്നെയും എനിക്ക് കിട്ടിയില്ല, ഞാൻ തിരിച്ചു പോന്നു. ഞാൻ ക്രൂ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല, ഫ്രഷർ ആയതുകൊണ്ടായിരിക്കും, ഞാൻ ഇതുവരെ പോകാത്തതുകൊണ്ടായിരിക്കും റിജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞ്. പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, വിസ ഇല്ലാണ്ട് വേറെ രാജ്യത്ത് നമുക്ക് കയറിപ്പോകാം, അമേരിക്കയിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ്. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോന്ന് 1-2 മാസമായിട്ട് എനിക്ക് യാതൊരു വിളിയും വന്നില്ല. പിന്നീട് എന്നെ കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വിളിച്ച്, ഞാൻ പോയി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അവർ പറഞ്ഞ് ചേട്ടാ ഞാൻ പോണേണ്, എനിക്ക് ജോയിനിങ് ആയി, അടുത്ത മാസം ഞാൻ പോണേണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞ് പുള്ളിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് വിസ ഇല്ലാണ്ട് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ കമ്പനി മാറിക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം പാസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ്. പുള്ളി പറഞ്ഞ് വിസ എടുത്താൽ നിനക്ക് പോകാം, അല്ലെങ്കിൽ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന് എൻ്റെ അമ്മ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ വന്ന്, പിന്നെ ഞാൻ ഇവിടെ വന്ന് എന്നിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ട്, ആർക്കാണ് ആവശ്യം അവർ വന്ന് ഉടമ്പടി എടുക്കണം, ഇപ്പം നിൻ്റെ ആവശ്യത്തിന് നീ തന്നെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അപ്പോഴും സംശയമുണ്ട്, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, മുടങ്ങിപ്പോകൂലേ എന്നുള്ളത്. ഇല്ല, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞ് നീ എടുക്ക്, പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അവരും പറഞ്ഞ് പറ്റും മോനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് താഴ്ത്തു വന്ന് നിൽക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് വിസക്ക് അപ്ലൈ ചെയ്തോ, ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം, ഇവർ പെട്ടെന്ന് വിസക്കുള്ള ഇത് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞ്. ഞാനങ്ങനെ ഇവിടെ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ അടുത്തും പറഞ്ഞിട്ട്, അപ്പം അമ്മ പറഞ്ഞ് പൈസയൊക്കെ റെഡിയാക്കാം, നീ അവരുടെ അടുത്ത് ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ്. 3-ാം തവണ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പോയി. എന്നിട്ട് വിസക്ക് പോണതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വിസക്ക് പോയി അവിടെ ചെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എന്നെ കഴിഞ്ഞുള്ള കൂട്ടുകാർ അവിടെ പോകാൻ വേണ്ടി വന്നിരിക്കണേ. അപ്പം ഞാൻ വിസക്കാ പോയേക്കണം, അവർ അടുത്ത ആഴ്ച പോകാൻ നിൽക്കണേ. ഞാനവിടെ പോയി വിസക്ക് പോയി, ദൈവസഹായം അമ്മയുടെ സഹായം ഞാൻ വിസ പാസ്സായി. പ്രശ്നം ഉണ്ടായിരുന്നത് എൻ്റെ കമ്പനി ലെറ്ററിലാണ്, ഇവർ തന്നെ കമ്പനി ലെറ്ററിലാണ്. അത് എനിക്ക് തന്നത് ഇവർ സോഫ്റ്റ് കോപ്പി തന്നിട്ട് എൻ്റെ അടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി എന്ന് പറയും. ബാക്കി എല്ലാവർക്കും അവിടെ ഓഫീസിൽ നിന്ന് വന്നാൽ എടുത്തു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് കമ്പനിയുടെ നെയിം ഉണ്ട്. എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതിയാണ് അവർ റിജക്ഷൻ തന്നെ. എൻ്റെ റീസൺ അവർ പറയൂല, നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കണം അത്. അങ്ങനെ എനിക്ക് വിസ പാസ്സായി. ഞാൻ ഉടനെ ക്രൂ മാനേജറിന് മെസ്സേജ് ചെയ്ത്, അപ്പോൾ പുള്ളി പറഞ്ഞ് ഓക്കെ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ്. ഞാനവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വരെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി, 3 ദിവസത്തിനുള്ളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പം തന്നെ ഞാൻ പിന്നെ വിളിച്ച്, അപ്പോൾ പുള്ളി പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ അതിൻ്റെ PDF എനിക്ക് അയക്കുമെന്ന് പറഞ്ഞ്. PDF അയച്ച് ഞാൻ വിസ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വെസൽ മാനേജർ വിളിച്ചിട്ടും പറഞ്ഞ് വെസൽ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്, റെഡി ഫോർ ജോയിനിങ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ആന്ന് പറഞ്ഞ്. പക്ഷേ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഇതൊന്നുമില്ല, ഞാനാകെ വിസക്ക് വേണ്ടി വന്നേക്കണേണ്, ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നാണ് വന്നേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് അത് കുഴപ്പമില്ല, ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി, എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ പോകണമെന്ന് പറഞ്ഞ്.
എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. കാര്യം എൻ്റെ കയ്യിൽ പൈസ പോലും ഇല്ല. ഞാനാകെ വിസക്ക് പോകാൻ വേണ്ടി മാത്രം പോയേക്കണേണ്. എനിക്ക് ആരുടെ അടുത്ത് വിളിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പിന്നെ കിട്ടിയ അവസരമാണ്. ഇനി ഞാൻ ഇത് തട്ടിക്കളഞ്ഞ് എനിക്കിനി പോകാൻ പറ്റില്ലെന്ന് തോന്നിയ കാരണം അങ്ങനെ പോയി. ദൈവസഹായം, എനിക്കവിടെ എൻ്റെ കൂട്ടുകാർ പോകാൻ നിന്ന കൂട്ടുകാരുടെ ഡിലേ ആയിട്ട് അവർ 2 ദിവസം കൂടി അവിടെ നിന്ന് അവരെന്നെ സഹായിച്ച് പോയി. എല്ലാ ഡ്രസ്സും എല്ലാം വാങ്ങി. മെഡിക്കലും ഒന്നും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞ കാരണം ഇയർ മാറി. 24 ട്രൈ ചെയ്തിട്ട് 25-ലാണ് ഞാൻ പോണത്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എല്ലാം വാങ്ങി. അവർ പോയ അതേ ദിവസം മണിക്കൂർ വ്യത്യാസത്തിന് ഞാനും ഇവിടുന്ന് പനാമയിലേക്ക് പോയി. പനാമയിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ വിസ തടസ്സം വന്നപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വിചാരിച്ച് അമേരിക്കയിൽ എനിക്ക് പോകേ വേണ്ടെന്ന് കരുതി. പക്ഷേ ദൈവത്തിൻ്റെ എല്ലാ സഹായം കൊണ്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് അമേരിക്കയിലാണ്. ആദ്യം ഞാൻ അമേരിക്കയിൽ ചെന്ന് എനിക്ക് വിസ ഉള്ളത് കൊണ്ട് എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റി. പുറം രാജ്യത്തെല്ലാം പോകാൻ പറ്റി. ഏകദേശം ഒരു 20 രാജ്യത്തിൽ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ഞാൻ പോയിട്ട് ഞാൻ വന്ന്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ ഇതെല്ലാം ചെയ്യാനായിട്ട് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ 20 ദിവസത്തിനുള്ളിലാണ് പോയത്. വിസ എല്ലാം റെഡിയാക്കി. ഞാൻ ഉടമ്പടി എടുത്ത് ജനുവരി 15-ാം തീയതിയാണ്. 15-ാം തീയതി എടുത്ത് ഫെബ്രുവരി 9-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് പനാമയിൽ ലാൻഡ് ചെയ്ത്. അപ്പോൾ എനിക്കും മനസ്സിലായത് നമ്മുടെ വിശ്വാസം കൈവിടരുത്. കാരണം ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് 10ാം ക്ലാസ് വരെ പോയി നിന്ന് വെച്ചാണ്. പള്ളിയുടെ തൊട്ട് പറ്റിയലാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലായിടത്തും ആത്മീയത ഉണ്ടായിരുന്നു. ഇടക്ക് വെച്ച് എവിടെയോ ഒരു അകൽച്ച വന്ന് അതിൽ നിന്ന് ഇങ്ങനെ മുടങ്ങിപ്പോയി. എല്ലാ ദിവസം പള്ളിയിൽ പോയിട്ടെന്ന് ഞാൻ അതിൽ നിന്ന് പോകാനുള്ള എല്ലാത്തിൽ നിന്നൊരു മടി ഇതൊക്കെ എല്ലാം വന്ന് പിന്നെ ഇവിടെ വന്ന അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് ഈ വിസക്ക് പോയപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇത്തിരി ടെൻഷനുണ്ട് പറയാനായിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും ഇവിടുത്തെ അമ്മയുടെ കാശ് രൂപം ഉണ്ടാകും. അത് കയ്യിൽ പിടിച്ചിട്ടാണ് പോകണം. അത് ഉള്ളപ്പോൾ എനിക്കെപ്പോഴും ഒരു കോൺഫിഡൻസാണ്. അതേപോലെ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എനിക്ക് ബാക്കി തിരികെയൊക്കെ ഒന്നും കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉള്ള കാരണം തിരി കത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥന ഞാൻ മുടക്കില്ല. രാവിലെയും വൈകിട്ടും ഞാൻ എങ്ങനെയും പ്രാർത്ഥിക്കും. പള്ളിയിൽ ഞാൻ മുടക്കൂല. ഞാൻ അവിടെ മുംബൈ പോകുമ്പോൾ നേരത്തേക്കൊന്നും പോകില്ലായിരുന്നു. പള്ളിയുടെ മുമ്പിൽ കൂടി പോയിട്ട് ഞാൻ പോകാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വൈകിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഒപ്പിച്ച് ഞാൻ അവിടെ പോകും. അതെല്ലാം ചെയ്ത് ദൈവസഹായം, അമ്മയുടെ സഹായം കാരണം ഞാൻ അങ്ങനെ പോയി. അതാണ് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ അമ്മ പറയും. എൻ്റെ വിശ്വാസം പിന്നെ വർദ്ധിച്ച്. ഞാൻ ഇപ്പോഴും അതിന് ശേഷം ഞാൻ പ്രാർത്ഥന, എൻ്റെ അടുത്ത് കൂട്ടുകാരൊക്കെ പറയും നീ എന്തിനാ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ പറയും ഇല്ല, പ്രാർത്ഥിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. കാര്യം നമ്മുടെ കാര്യം കഴിയുമ്പോൾ നമ്മൾ മാറിക്കളയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അല്ല, ദൈവത്തിനെ എന്നും സഹായം കൂടണം. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഞാനിപ്പോൾ ഞങ്ങൾ കാറിന് വന്ന വഴിക്കനായിരുന്നു പറഞ്ഞു കൊടുക്കണമായിരുന്നു. പുള്ളിക്കും അപ്പോൾ വിശ്വാസം കൂടി. ഞാനപ്പോൾ ഇവിടെ നിന്ന് പറയണ കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി ഇപ്പോൾ എന്നിട്ട് അവിടെ പോയിട്ടുണ്ട് പുതിയ ഉടമ്പടി എടുക്കാനായിട്ട്. എൻ്റെ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞ്. അപ്പോൾ കൂട്ടുകാരിക്കും ഒരു പോസിറ്റീവ് ഇതായി. അങ്ങനെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും നടക്കും, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു മടിയാണ് ഇങ്ങോട്ട് എത്താനുള്ള. ഞാൻ ഇപ്പം എൻ്റെ ഈ ഒരു സാക്ഷ്യം കാരണം എൻ്റെ കൂട്ടുകാർ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. 2024 ഉടമ്പടി എടുത്ത് എൻ്റെ മക്കൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സാമ്പത്തികമായും ആത്മീയമായും എന്നെ ഒരുപാട് ഉയർത്തി ദൈവം. പക്ഷേ എൻ്റെ മകന് എല്ലാ ഇൻ്റർവ്യൂവിലും പാസ്സായെങ്കിലും ഒരു തടസ്സമുണ്ടായിരുന്നു. അത് അവൻ്റെ ഒരു ചെറിയ കുറവുകളെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല, ദൈവത്തിനൊരു വലിയ പ്ലാനും പദ്ധതിയും ഉണ്ടായി. എൻ്റെ മകനെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുവാനും അതിലൂടെ മറ്റുള്ള കൂട്ടുകാർക്ക് വിശ്വാസം വരുത്തുവാനും. ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഈ 2025 എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. അതിന് ഒരുപാട് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ദിവ്യബലി മുടക്കാറില്ല. അതേപോലെ എൻ്റെ മക്കളെയും ഞാൻ അങ്ങനെ വളർത്തി വന്ന്. അപ്പോൾ ഈശോയ്ക്ക് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ അകന്നു പോകുമ്പോൾ അത് അവിടെ വെച്ച് തടസ്സം കാണിച്ചു തന്ന് അത് മനസ്സിലാക്കി. അമ്മമാർ പറഞ്ഞാൽ മനസ്സിലാക്കില്ല. അപ്പോൾ ഒരു ജോലിയിലൂടെ ആ തടസ്സം മനസ്സിലാക്കി കൊടുത്തപ്പോൾ ദൈവത്തിൽ കൂടുതൽ വിശ്വാസം എൻ്റെ 2 മക്കൾക്കും തരുവാൻ സാധിച്ചു. അതിനൊരുപാട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. നമ്മൾ ഓരോ ദിവസവും ദിവ്യബലി മുടക്കരുത്. അതെപ്പോഴും എല്ലാവരും എത്ര അകലെയുള്ളവർ ആണെങ്കിലും നമ്മൾ ദിവ്യബലിയിൽ മുൻതൂക്കം കൊടുക്കുക. അപ്പം നമുക്കൊരു KSF കൂടി
നമ്മൾ കൂടിയിടുന്ന പോലെയാണ് ഓരോ ദിവ്യബലി. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ദിവ്യബലി കൂടും. അതിൻ്റെ പലിശ കിട്ടണ KSBയിൽ കൂടിയാൽ നമുക്ക് പലിശ കിട്ടും. ഇത് ദിവ്യബലി നമ്മൾ കൂടുന്നതിൻ്റെ പലിശ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഓരോ ദിവസവും ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ 52 വയസ്സായി. ഇത്രയും കാലം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച മുതൽ ഞാൻ ദിവ്യബലി മുടക്കാറില്ല. അതിൻ്റെ അനുഗ്രഹം ഇന്ന് എൻ്റെ കുടുംബത്തിന് എന്നും ഉണ്ട്. ഒരുപാട് നന്ദി, സ്തുതി. അമ്മ മാതാവിനും യേശുപ്പയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അശ്വതി. ഇതെൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത്. ഞങ്ങളുടെ 5 മാസം പ്രായമായ കുഞ്ഞാണ് ലിയാം പ്രശാന്ത്. ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് അമ്മ മാതാവും യേശുപ്പയും നന്ദി ഞാനിവിടെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. ഞാൻ 2024 ജനുവരി 18 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും അയർലൻഡിലേക്ക് പോയി. ഞാനവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ സ്റ്റാഫ് നഴ്സായിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എനിക്ക് PCOD ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ തന്നെ എൻ്റെ കൊളീഗ്സിനൊക്കെ മാരീഡായി അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ അതിലൊന്നും പതറാതെ ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷെങ്കിൽ മാതാവിലും യേശുവിലും എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അവിടുത്തെ ആരാധനയിൽ ഞായറാഴ്ചയിലും ചൊവ്വാഴ്ചയിലും ഉള്ള ആരാധനയിൽ ഞാൻ പങ്കെടുക്കും. അവിടെ കുറേ അമ്മച്ചിമാരുണ്ട്. അവർ എല്ലാ 24 hours അഡറേഷൻ പോകുന്ന ഒരു പള്ളിയാണ്. എല്ലാവർക്കും അറിയാം, നോക്ക്, അയർലൻഡിലെ ഫേമസ് ആയ നോക്ക് പള്ളിയുടെ ഒരു ചെറിയ മിനി ഷ്രൈൻ എന്നാണ് ആ ചർച്ചും പറയുന്നത്. അവിടുത്തെ അമ്മച്ചിമാർ ഞങ്ങൾക്ക് 1 hour അഡറേഷനൊക്കെ തരും. അപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി 1 hour അഡറേഷനൊക്കെ ചെയ്യും. എനിക്ക് കൊന്തയൊന്നും ചൊല്ലാൻ ആദ്യം അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്, മൊബൈൽ ഉള്ള ആപ്ലിക്കേഷനൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ 2025 ജനുവരി അവസാനത്തോടുകൂടി അയർലൻഡിലൊരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം, ഒരു മേൽഭാഗം പൊളിഞ്ഞു പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മാത്രമാണ് എല്ലാ ലഗേജും ഒക്കെ ഷിഫ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു പുതിയ അക്കോമഡേഷനിലേക്ക് മാറേണ്ട വന്നു. അപ്പം ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്കും എൻ്റെ ഹസ്ബൻഡും മാത്രമായിട്ട് ചെയ്യേണ്ട വന്നായിരുന്നു. ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു 3ാമത്തെ നിലയിലൊക്കെ ആയിരുന്നു. ആ കൂടെ തന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ തന്നെ ഹെവിയൊക്കെയാണ്. പക്ഷേ എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ മാതാവ് കൊണ്ടുപോയി. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അമ്മ മാതാവ് യേശുപ്പയും ഞങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പീരീഡ്സ് മിസ്സാവുന്നു. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് ഞാനത് വലിയ ഇഷ്യൂ ആക്കിയില്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 3 weeks ഞാൻ കൺസീവാണ്. ശരിക്കും ഞാൻ സർപ്രൈസ് ആയിപ്പോയി. വിശ്വസിക്കാൻ തന്നെ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവിടെയൊക്കെ 3 months കഴിഞ്ഞിട്ടേ നമുക്കൊരു ഡോക്ടേഴ്സിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം അനോമാലി സ്കാനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ സ്കാനിങ്ങിൽ എൻ്റെ അബ്ഡോമൻ കുറച്ച് മോയിസ്റ്റ് ആയതുകൊണ്ട് അവൻ്റെ ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായിരുന്നു. പക്ഷേ മാതാവിലും യേശുപ്പയിലും ഉറച്ചായിട്ട് വിശ്വസിച്ചു ഞങ്ങൾ പോയി. രാവിലെയും വൈകിട്ടും, അതായത് കൺസീവ് ആവുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയിൽ എടുത്തത് മുതൽ ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലം കുരിശ് വരച്ച് അബ്ഡോമിനിൽ പുരട്ടുമായിരുന്നു. തേൻ യൂസ് ചെയ്യുമായിരുന്നു. വൈകിട്ട് കൊന്ത ചൊല്ലാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കൊരു എന്താ പറയുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കൊന്ത ചൊല്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഭാരം പോലെ ആയിരിക്കും. അങ്ങനെ മുമ്പോട്ട് പോയി. പ്രഗ്നൻസി നല്ല സ്മൂത്തായിരുന്നു. എല്ലാ സ്കാനുകളും നോർമലായിരുന്നു. പക്ഷേ PCOD എനിക്ക് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവരെൻ്റെ ഷുഗർ ഒന്ന് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ 32 weeks വരെ ഞാൻ എല്ലാ ഫൈനായിരുന്നു. പക്ഷേ 34 weeks ഞാൻ ഡയബറ്റിക് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഡയറ്റ് ആദ്യം കൺട്രോൾ ചെയ്തു. പക്ഷേ പറ്റിയില്ല.
ഹൈ ഡോസ് ഇൻസുലിൻ 3 നേരം എനിക്ക് എടുക്കേണ്ട വന്നു. എന്നാലും മാതാവിലും യേശുപ്പയിലും ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ 34 വീക്സ് ആയപ്പോഴത്തേക്കിന് ഞാൻ മെഡിക്കൽ ലീവ് ഞാൻ എടുത്തു. മെഡിക്കൽ ലീവ് എടുത്ത് അതിനുശേഷമാണെങ്കിലും ഞങ്ങൾ വൈകിട്ടാണെങ്കിലും പ്രെയറൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബേബി കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഞാൻ കൊന്ത ചൊല്ലുന്ന സമയങ്ങളിലാണ്. അത് എനിക്കറിയത്തില്ല അതെന്താണ് അവൻ അങ്ങനെയെന്ന്. ഞങ്ങളപ്പോഴും പറയുമായിരുന്നു ഇവനൊരു ഹോളി ബേബിയാണ് എന്ന്. അതിനുശേഷം 36 വീക്സിൽ ഏർലി മോർണിംഗിൽ ഞങ്ങൾ 5:30 എഴുന്നേൽക്കുമല്ലോ. അതിന് മുമ്പായിട്ട് ഞാനെന്തോ സ്വപ്നം കാണുവാണ്, എന്തോ ഒരു വെള്ളത്തിൽ ഞാൻ കിടക്കുന്ന പോലെ. പക്ഷേ ആ സമയത്ത് എൻ്റെ വാട്ടർ ഓൾറെഡി ബ്രേക്ക് ആയിരുന്നു. പിന്നെ അടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അന്ന് അഡ്മിറ്റായി. അതിന് ശേഷം ഒരു 3:30 മുതൽ ഞാൻ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക്. പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല. ഞാനൊരു 12.5 hours ഞാൻ ലേബർ പെയിൻ ഞാൻ സഫർ ചെയ്തു. അവിടുത്തെ പീഡിയാട്രി ഡോക്ടേഴ്സും ഗൈനക്കിൻ്റെ എല്ലാ ഡോക്ടേഴ്സും എല്ലാം വന്നു. അവരെല്ലാം എന്നോട് പറഞ്ഞു, നീ കുറച്ചും കൂടെ എനർജി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നീ മിക്കവാറും ഞങ്ങൾക്ക് സിസേറിയന് കുഞ്ഞിനെ എടുക്കേണ്ടി വരും. കാരണം ഓൾറെഡി കൊച്ചിൻ്റെ തല ഓൾമോസ്റ്റ് പുറത്തായി. പക്ഷേ എനിക്ക് ബാക്കി ഇങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. NICU എല്ലാം ഓൾമോസ്റ്റ് അവർ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു കൊച്ചിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ അവിടെ കിടന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസത്തിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റി നോർമലായിട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ. പക്ഷേ അവന് ബർത്ത് വെയ്റ്റ് 2.5 ആയിരുന്നു. അയർലൻഡിലെ നിയമം അനുസരിച്ച് അത് ലോ ബർത്ത് വെയ്റ്റ് ആണ്. അവിടെ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് 3.5-4 kg ഒക്കെയാണ് ബേബീസിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷെങ്കിൽ എൻ്റെ കൊച്ചിന് 2.5 ആയിട്ട് പോലും അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവന് ഹെൽത്തി ബേബിയാണ്, ഇവന് NICUവിൽ ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞപ്പം, കാരണം എനിക്ക് കത്തീറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, യൂറിൻ പോകാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കത്തീറ്ററൊക്കെ ഇട്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു 4 days ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ മകൻ, ലിയാം എന്നാണ് പേര്. ലിയാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വാരിയർ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അവൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്തതെന്ന്. അതിനുശേഷം ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം വളരെ സ്മൂത്തായിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം പ്രോപ്പറായിട്ട് പോയി. ഞാൻ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത സമയത്ത് എൻ്റെ HR പുള്ളിക്കാരി, അതായത് ആ ഹോസ്പിറ്റലിലെ പുള്ളിക്കാരി മെറ്റേണിറ്റി ലീവിന് പോയി. അതിനുശേഷം അത് ടേക്ക് ഓവർ ചെയ്തത് വേറൊരു ആളായിരുന്നു. അപ്പം ഓൾറെഡി അവർക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതും ഞാൻ ഓൾറെഡി അവർക്ക് ഇൻഫോം ചെയ്തതാണ്. പക്ഷേ എന്തോ ബൈ മിസ്റ്റേക്ക് പുതിയതായിട്ട് വന്ന അവർക്ക് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് എൻ്റെ പഴയ പാസ്പോർട്ടിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്തു. പെർമിറ്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെരിഫൈ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൽ ചേഞ്ചസ് ഉണ്ടെന്ന്. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്, നീ തന്നെ അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിപ്പോയി. ഓൾറെഡി ഞാൻ ആ സമയത്ത് കൺസീവ് ആയിരുന്നു ഇവനെ. ഞാൻ തന്നെ എമിഗ്രേഷന് കോൺടാക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞത്. ഞാനങ്ങനെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്റ്റ് ചെയ്തു. അടിക്കടി ഞാൻ മെയിൽ അയക്കുന്നു. പക്ഷേ മെയിലിനൊന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ ഒന്നുമില്ല. ഒരു ഏപ്രിലാണ് ഇത് നടക്കുന്നത്. ഒരുപാട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു. പള്ളിയിൽ പോകും, അഡറേഷൻ ചെയ്യും, എല്ലാം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം എൻ്റെ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ വെരിഫിക്കേഷനെല്ലാം പോയിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഞാൻ റിസൈൻ ചെയ്യുമെന്ന്. അപ്പം എൻ്റെ ഓൾറെഡി 2 years ഞാൻ അവിടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത്. അപ്പം അവരെന്നോട് പറഞ്ഞു, നീ ഞങ്ങൾക്കൊരു എൻഡ് ഡേറ്റ് തരണം, നീ പോവോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ നീ റിന്യൂ ചെയ്യണം, അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു.
അതുകൂടെ ആയപ്പോൾ ഞാൻ ആകപ്പാടെ ഭയങ്കര ടെൻസ്ഡായിപ്പോയി. ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മിറാക്കിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിനും അത്ഭുതമായിട്ട് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് തന്നെ ഒരു ഭയങ്കര ഉള്ളിൽ അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടീവ് ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ഒരു എംപ്റ്റി ഫീലിംഗ് ആണ് മനസ്സിലുണ്ടാവുന്നത്. എനിക്ക് തന്നെ മനസ്സിലിങ്ങനെ തോന്നി, അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും, യേശുപ്പയിലൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും. എനിക്ക് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് എന്ത് വന്നാലും ഞാനത് നേരിടും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, റിക്വസ്റ്റ് ഇട്ട ഡേറ്റ് ജൂൺ 16 പക്ഷേ ഒരു ജൂൺ 10 ആയപ്പോഴത്തേക്കിന് എനിക്ക് എമിഗ്രേഷനിൽ നിന്ന് എനിക്ക് റിപ്ലൈ വന്നു, നിൻ്റെ പാസ്പോർട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിലെ HR പോയി അവരെ ഈ മെയിൽ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു. കാരണം ഞാൻ ഓൾറെഡി അവരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഡയറക്റ്റ് അവരുടെ മുമ്പിൽ ആ മെയിൽ കാണിച്ചപ്പോഴാണ് അവർ ഹാപ്പി ആയത്. അവർ പറഞ്ഞു, നിനക്കൊരു തടസ്സവും ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്. മൂന്നാമത് എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ അയർലൻഡിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരന് ജോലിയൊന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. ഒരു 8 മാസത്തോളം ജോലിയൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടി. ഞാനതും ഒരു നിയോഗമായിട്ട് എഴുതിയിട്ടിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അതിനുശേഷം ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ബലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അയർലൻഡിൽ, അതായത് നോക്ക്, നമ്മുടെ മാതാവിന് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു നഴ്സിംഗ് ഹോമിൽ ഹസ്ബൻഡിന് ജോലി റെഡിയായി. പുള്ളിക്കാരനാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവാം. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും തൊട്ടടുത്താണ് എൻ്റെ അക്കോമഡേഷൻ. അത് കഴിഞ്ഞിട്ടാണ് പള്ളി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നത്. അപ്പോഴാണേലും ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ അല്ല തിരിച്ചു വരുമ്പോഴോ ഏതേലും ഒരു നേരം ഞാൻ മസ്റ്റായിട്ട് ഞാൻ അവിടെ കയറി പ്രാർത്ഥിക്കാതെ എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കത്തില്ല. എനിക്ക് ചെയ്ത് തരുന്ന എല്ലാ നന്മകൾക്കും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അഡറേഷൻ 1 hour നമുക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീട്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ അച്ഛനും അമ്മയാണ് ഇതുപോലെ അഭയഭവനിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ തന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കോട്ടയം ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ടതായ ആൾക്കാർക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് എല്ലാം എനിക്ക് കിട്ടിയ നന്മകൾ അത് മറ്റുള്ളവരും അറിയണം, ഇവിടുത്തെ അത്ഭുതങ്ങൾ മറ്റുള്ളവരും അറിയണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും എൻ്റെ ഡീറ്റെയിൽസും ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനം ഞാൻ കൂടും എല്ലാ ചൊവ്വാഴ്ചയിലെയും. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും ഞാൻ സോഷ്യൽ മീഡിയ വഴി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം മിസ്റ്റേക്ക് പറയാൻ മറന്നുപോയി. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ അത് ഹോസ്പിറ്റലിലെ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്തൊരു എറർ വന്ന കാര്യം. അപ്പം ആദ്യം അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരി മാറി. ആദ്യം മാനേജ് ചെയ്ത പുള്ളിക്കാരി മാറി. അതിനുശേഷം വന്ന പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അവരെ നോട്ടിഫൈ ചെയ്തപ്പോൾ അവരാണ് എന്നെ ആദ്യം ഫയർ ചെയ്തത്. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച എനിക്ക് കണ്ടിന്യൂ അവരെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് പ്രോപ്പറായിട്ടും എമിഗ്രേഷൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ വന്നില്ല. പിന്നെ ഞാൻ എന്തിന് ഇവരെ കോൺടാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിച്ചു, നീ ഒന്നും കൂടെ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. പക്ഷേ ഫോൺ എടുത്തത് വേറൊരു പുള്ളിക്കാരിയായിരുന്നു. അവരുടെ പേര് മിഖേല എന്നായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവർ തന്നെ മാതാവായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ അവിടെ ഒരു വ്യക്തി വരില്ല. അവളാണ് എനിക്കെല്ലാം സപ്പോർട്ടീവായിട്ട് എനിക്ക് അവിടെ ചെയ്തു തന്നത്. എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളിക്കാരി ആ പോസ്റ്റിൽ നിന്ന് മാറി. അതൊക്കെ മാതാവിൻ്റെ വലിയൊരു മിറാക്കിളാണ്. അമ്മ മാതാവിനും ദൈവ തിരുകുമാരനും ഞാൻ ഒരുപാട് കോടി നന്ദികൾ പറയുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം.